എന്തുകൊണ്ടാണ് പല പുരുഷന്മാരും രാവിലെ ഉറക്കമുണരുമ്പോൾ ഉദ്ധരിച്ച ലിംഗവുമായിട്ട് എഴുന്നേൽക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ മോർണിംഗ് വുഡ് എന്ന് പറയുന്ന പ്രതിഭാസത്തെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റിയുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക് പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പല പുരുഷന്മാർക്കും വളരെയധികം നാണക്കേടും അസ്വസ്ഥതയുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഉദാഹരണങ്ങൾ. ഇത് പലപ്പോഴും അവർക്കുണ്ടാകുന്ന രാവിലെ ഉണരുമ്പോഴാണ്. ഇംഗ്ലീഷിൽ ഇതിനെ മോർണിംഗ് വുഡ് എന്നാണ് പറയുന്നത്. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ ഉണരുമ്പോൾ മാത്രമല്ല നിങ്ങളുടെ ഉറക്കത്തിലും സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിന് മെഡിക്കൽ സയൻസിൽ നൊക്ടേണൽ പിനൈൽ ട്യൂമസെൻസ് എന്നാണ് പറയുന്നത്. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഉദാഹരണങ്ങളെ പറ്റിയുള്ള മനുഷ്യൻ്റെ അറിവിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. ഗ്രീക്ക് ഫിലോസഫറായ പ്ലേറ്റോ ഈ വിഷയത്തെപ്പറ്റി 327 BC തന്നെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: In males, the nature of genital organ is disobedient and self-willed like a creature that is deaf to reason and attempts to dominate all because of its frenzied lust. അതായത് ആണുങ്ങളുടെ ലിംഗം എന്ന് പറയുന്നത് സ്വന്തം ഇച്ഛാശക്തി അനുസരിച്ച് പ്രവർത്തിക്കുന്ന മെരുക്കാൻ പറ്റാത്ത ഒരു ജീവിയാണെന്നും അതിന് മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെയും ചിന്തകളെയും ഒക്കെ കീഴ്പ്പെടുത്താനുള്ള ഒരു കഴിവുണ്ട് എന്നുമൊക്കെയായിരുന്നു. അതുപോലെ തന്നെ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രിസ്തുമതത്തിൻ്റെ ആരാധ്യനായ ഒരു ബിഷപ്പായ അഗസ്റ്റിനും ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഉദാഹരണം ഉണ്ടാക്കുന്ന നാണക്കേടിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അഗസ്റ്റിൻ്റെ കൺഫെഷൻസ് എന്ന് പറയുന്ന ആത്മകഥയിൽ അദ്ദേഹം ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരു ദിവസം എൻ്റെ അച്ഛനുമായിട്ട് കുളിക്കുവാനായിട്ട് കുളിക്കടവിൽ പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഉദാഹരണം ഉണ്ടാവുകയും അത് എൻ്റെ അച്ഛൻ കാണാനിടയാകുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന് വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിട്ടാണ് അഗസ്റ്റിൻ തൻ്റെ ആത്മകഥയിൽ സംസാരിക്കുന്നത്. എന്താണ് ഈ ലൈംഗിക താല്പര്യം ഇല്ലാതെ ഉണ്ടാകുന്ന ഉദാഹരണങ്ങൾക്ക് പിന്നിലെ രഹസ്യം? എന്താണ് മെഡിക്കൽ സയൻസിന് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുമുമ്പ് വേറൊരു കാര്യം, ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഉദാഹരണങ്ങൾ ആണുങ്ങളിൽ മാത്രമല്ല ഉണ്ടാകുന്നത് കേട്ടോ. ഈ ആണിൻ്റെ ലിംഗം പോലെ തന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു അവയവമാണ് പെണ്ണുങ്ങളുടെ ക്രിസരി എന്ന് പറയുന്ന അവയവം. ഒരു ആണിൻ്റെ ലിംഗം പോലെ തന്നെ ഒരു പെണ്ണിൻ്റെ ക്രിസരിയും അപ്രതീക്ഷിതമായിട്ടുള്ള ഉദാഹരണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. പക്ഷേ ഈ ക്രിസരി എന്ന് പറയുന്ന അവയവം ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ ഉള്ളിലായതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഉദാഹരണം പലപ്പോഴും അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ചോദ്യത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നത്? Morning wood or involuntary erections are a mechanism of providing oxygen to the muscles of the penis. When there is more blood supply, more oxygen goes into the penile muscles. Muscles need oxygen to survive, otherwise it can lead to fibrosis, injury or damage to the muscles. ഈ ലിംഗത്തിൻ്റെ മസിൽസുകൾക്ക് ശരിയായ രീതിയിൽ ഓക്സിജൻ നൽകാനുള്ള ഒരു പ്രതിഭാസമാണ് ഈ മോർണിംഗ് വുഡ് എന്ന് പറയുന്നത്. ഈ ലിംഗത്തിൻ്റെ മസിൽസുകൾക്ക് ശരിയായ രീതിയിൽ ഓക്സിജൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ മസിൽസുകൾക്ക് ക്ഷതവും അങ്ങനെ അവിടെ ലിംഗത്തിന് ഫൈബ്രോയിഡ് എന്ന് പറയുന്ന വൈകല്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ രക്തം ലിംഗത്തിലോട്ട് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഉദ്ധാരണം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ രക്തം നിങ്ങളുടെ ലിംഗത്തിലോട്ട് ഒഴുകുമ്പോൾ ആ മസിൽസുകൾക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും അങ്ങനെ നിങ്ങളുടെ ലിംഗം ഹെൽത്തി ആയിട്ടിരിക്കുകയും ഒക്കെ ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഉദാഹരണങ്ങളെ ചൊല്ലി നാണം കെടുകയല്ല വേണ്ട, മറിച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അത് നിങ്ങളുടെ ലിംഗത്തിൻ്റെയും ശരീരത്തിൻ്റെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്.